ഹലോ. അപ്പോൾ എൻ്റെ പേര് ആര്യ സനീഷ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വ്ളോഗറാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ എൻ്റെ വീഡിയോസുകളും ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഞാനൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു വെജിറ്റബിൾ പുലാവാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് പാകപ്പിഴകൾ ഉണ്ടാവും വർത്തമാനത്തിലൊക്കെ, ആദ്യത്തെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പം നമുക്ക് വെജിറ്റബിൾ പുലാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ ഫുൾ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള. ഇപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് വേണ്ടവർക്ക് കൂടുതൽ വെജിറ്റബിൾസ് എടുക്കാം. കോളിഫ്ലവർ എടുക്കാം, ഗ്രീൻ പീസും എടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പം ഇത് രണ്ടും നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ മിക്സിയുടെ ജാറെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അടച്ച് നമുക്ക് നന്നായിട്ട് അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതും നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ നല്ല പേസ്റ്റ് രൂപമായിട്ട് നമുക്ക് കിട്ടും. അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും 2 പേര് 3 പേരുള്ള വീട്ടിൽ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും വേണ്ട. ഒരു കച്ചമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഒരു അച്ചാർ, ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലത് എന്നാണ് തോന്നുന്നത്. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അത് ചൂടായി വന്ന് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും അരച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നല്ല പച്ച മണം മാറണം. പിന്നെ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. ഗ്രേവി മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അതുവരെ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനെ നന്നായിട്ടത് ഇളക്കി മിക്സ് ചെയ്ത് ഇപ്പോൾ പച്ചമണമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. അത് വാടുമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. സോഫ്റ്റ് ആവട്ടെ കേട്ടോ സവാള. നമ്മളതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ പച്ചമണം മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അത് വാടുമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് നമുക്കിത് ഈ ഗ്രേവിയായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ അതെല്ലാം കൂടി മിക്സായി വരുന്ന വരെ നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇച്ചിരി ഉപ്പിട്ടാൽ നന്നായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഡിഷാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വൈകുന്നേരങ്ങളിൽ കറിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. പുലാവ്, വെജിറ്റബിൾ പുലാവ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
കാരണം നമുക്കിതിൻ്റെ സൈഡിൽ കഴിക്കാൻ കറികളൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല, ഇത് മാത്രം മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഗരം മസാലയാണ് എടുത്തത്. അപ്പം വെജിറ്റബിൾ ബിരിയാണി മസാലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നമുക്ക് നന്നായി പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറണം. പിന്നെ വെജിറ്റബിൾസൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ആയിട്ട് മിക്സായി വരണം. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് തക്കാളി ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അടച്ചൊന്നും വെച്ച് വേവിക്കേണ്ട. ആ ഗ്രേവി തന്നെ കിടന്ന് അത് നന്നായിട്ട് വെന്തോളും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാരി ആയതുകൊണ്ട് ഇച്ചിരി പാളിച്ചകളൊക്കെ കാണും. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മോരൊഴിച്ച് കൊടുക്കാം. പുളി വേണവർക്ക് മാത്രം മോരൊഴിച്ചാൽ മതി, അല്ലാത്തവർക്ക് തക്കാളി ഇട്ടാൽ മതി. മോരൊഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. പുളിയില്ലാത്ത കട്ടത്തൈര് വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പം നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അത് വെക്കാം. ഇതാ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലേക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ ഇടാവുള്ളൂ. ഞാൻ ആദ്യമേ ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അടച്ചൊന്നും വെക്കണ്ട. അടയ്ക്കാണ്ട് തന്നെ നന്നായിട്ട് വെന്തോളും. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. തക്കാളിയൊക്കെ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുന്നവർക്ക് അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ 1/2 കിലോ അരിയാണ് എടുത്ത് ഉണ്ടാക്കുന്നത്. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ബസ്മതി റൈസ് ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക്. അപ്പം ഓരോരുത്തരുടെ റൈസിനനുസരിച്ച് വേണം ഒഴിക്കാൻ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. അപ്പം എൻ്റെ അരി ഒരു 1.5 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ അതിന് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. 10 മിനിറ്റ് അതൊന്ന് വേവട്ടെ. വേവലൊന്ന് ആവി കയറട്ടെ. അതിനുശേഷം നമുക്കിതാ 3 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം വെള്ളവും ചോറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പം നല്ല ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അതിലേക്കൊരു നാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ആ ലിഡ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സിമ്മിലിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം അത് ആവിയിലിരുന്ന് വെന്തോളും. അപ്പോൾ നമുക്കതിന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ഞാനൊരു കച്ചമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ കുക്കുംബർ, തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്. ഞാൻ എടുത്തിരിക്കുന്ന അത്രയും സാധനങ്ങളാണ്.
അതിനുശേഷം നമുക്ക് അതിലേക്ക് കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിക്കുന്നവരും ഉണ്ട്. ഞാൻ കട്ടത്തൈരാണ്, ഇവിടെ ആർക്കും പുളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ടത്തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. കച്ചമ്പർ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ലിഡ് ഇനി തുറന്ന് നോക്കാം. അപ്പോൾ അതാ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു തവിയെടുത്ത് നമുക്ക് നന്നായിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇളക്കി കൊടുക്കാം. എന്നാലേ അത് മിക്സ് ആവത്തുള്ളൂ, വെജിറ്റബിളും റൈസും കൂടി മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതാ കറക്റ്റ് പാകം വേവായിട്ടുണ്ട്. നമുക്കതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കതിലേക്ക് സെർവ് ചെയ്യാം. അപ്പം എൻ്റെ വെജിറ്റബിൾ പുലാവ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെജിറ്റബിൾ പുലാവ്